ഞാൻ ഈ കേസിനകത്ത് ടോം ചാക്കോയെ വെറുതെ വിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അയാളുടെ കൈവശം ലഹരി സാധനങ്ങളൊന്നുമില്ല. പിന്നെ അയാൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പൊള്ളാച്ചി പോയി കംപ്ലീറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത് നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം തിരിച്ച് അയാൾ ധൈര്യസമേതം 10:30 വിളിച്ചിട്ട് 10 മണിക്കാണ് വന്ന് നിൽക്കുക. വളരെ നല്ലൊരു കുട്ടി പോലെ വന്ന് നിൽക്കുന്നു. അപ്പം ബ്ലഡിൽ നിന്നൊന്നും എടുക്കാൻ ഒക്കില്ല. പിന്നെ പോലീസ് കേസെടുക്കാതെ ഇയാളെ വിടും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. അറസ്റ്റ് ചെയ്തിട്ടാണ് വിട്ടത്. അത് സെക്ഷൻ 27-ഉം 29-ഉം NDPS ആക്ട് അനുസരിച്ചാണ്. ഒരാളുടെ കൈവശത്ത് വെക്കാവുന്ന മാക്സിമം ഗ്രാം ലിക്കർ അല്ലെങ്കിൽ ലഹരി, അതാണ് ചെറിയൊരു വകുപ്പാണ് 27. 29 ഒരു കോൺസ്പിറസി അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ രണ്ടും ബെയിലബിൾ ആണ്, ജാമ്യം കൊടുത്തു. പക്ഷേ 27A ഇടായിരുന്നു പോലീസിന്. എന്നാലും ബെയിൽ കൊടുത്തല്ലോ. അതിനകത്ത് വേറൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ ഒരാളെ അറസ്റ്റ് എഫക്ട് ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ബ്ലഡ്, അയാളുടെ ഫിംഗർ പ്രിന്റ്, അയാളുടെ ഹെയർ